back to my channel, SAMAA's World. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. ഒരു സാൻഡ്വിച്ച് വെറൈറ്റി റെസിപ്പിയാണ്, സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ്, എത്ര ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓണിയൻ. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പണിയെന്ന് വെച്ചാൽ ബ്രെഡ് കട്ടിങ് ആണ്. അപ്പോൾ ഇതൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇതായത് 2 സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ 2 എണ്ണം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 2 സാധനം ആവശ്യമുണ്ട്. ഇതൊന്നും കളയാൻ പാടില്ല. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തെടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്യുകയാണ്. അത് ഇങ്ങനെ കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് കുഞ്ഞു കഷ്ണത്തിൽ എടുക്കാൻ പറ്റും. ടൊമാറ്റോ കട്ട് ചെയ്തതുപോലെ കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഇതാ ക്യാപ്സിക്കം കട്ട് ചെയ്യണ. എല്ലാ വെജിറ്റബിൾസും കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. വെജിറ്റബിൾസും എനിക്ക് ഇടുകയാണ്. നെക്സ്റ്റ് നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ഇടാം. 3 എഗ്ഗും 3 എഗ്ഗും ഇടാം. നമുക്ക് പെപ്പർ പൗഡർ ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, സോൾട്ട് ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത്. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ. നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മേലെ. നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഇതുള്ള കാരണം ഞാൻ അത് വെച്ച് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് എഗ് മിക്സ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ക്വയർ ഷേപ്പ് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. രണ്ടെണ്ണം ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതൊന്നും മറിച്ച് വെക്കുക. അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉമ്മമാരുടെ ഹെൽപ്പ് വേണ്ടത്. പിന്നെ മറിച്ച് കൊടുക്കണം. ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം എന്തായാലും വീട്ടിലിരിക്കല്ലോ, അപ്പോൾ അത് കാരണം നമുക്ക് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി കട്ട് ചെയ്തിട്ട് കഴിക്കാം. ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. അതിനെ പൊട്ടിച്ചൊക്കെ നോക്കി കഴിക്കാം. നമ്മുടെ ചീസ് ഓംലെറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ചീസൊക്കെ ഇങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, അടിപൊളി. നമ്മളിത് സാധാ ബ്രെഡും ഇതൊക്കെ വെക്കണ പോലെ അല്ല, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഇത് സിമ്പിളാണ് ചെയ്യാനും. ഈ കട്ടിങ്ങും പാനിലുള്ള ഇതൊക്കെ മാത്രം ഉമ്മമാരുടെ ഹെൽപ്പ് മതി. അപ്പോൾ നല്ല ടേസ്റ്റ്. ഞാൻ ഫുൾ കഴിക്കുന്നത് ചീസൊക്കെ അങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ട്രൈ ചെയ്യണം. വളരെ ഈസി റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.